വിജയകുമാർ, അയ്യപ്പ സേവാ സംഘം, അദ്ദേഹം കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ ഡി വിജയകുമാർ, ഈ കാര്യത്തിൽ കേൾക്കാമോ? ഓക്കെ, ഇതിൽ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ബന്ധപ്പെട്ടവരെ എല്ലാവരെയും പങ്കെടുപ്പിക്കുമെന്ന് കരുതൂ. നിങ്ങൾക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടോ? നിങ്ങളെ ഇതിന്റെ എന്തെങ്കിലും അറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ടോ? ക്ഷണിച്ചിട്ടില്ല. ഞങ്ങള് ക്ഷണിക്കാത്തിടത്ത് അങ്ങനെ പോവാറില്ല, അങ്ങനെ പോകാന് തീരുമാനിച്ചിട്ടില്ല. ശരി. അതായത് കഴിഞ്ഞ 80 വർഷക്കാലമായി ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി നിസ്വാർത്ഥമായി ഒരു സംഘടനയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. 24 മണിക്കൂർ അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർ സംവിധാനം കൊടുക്കുന്ന ഏക സംഘടന. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അങ്ങനെയൊക്കെയുള്ള സേവന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അവിടെ സ്ട്രക്ചർ സർവീസ്, ആംബുലൻസ് സർവീസ് എല്ലാം ചെയ്യുന്നത് അയ്യപ്പ സേവാ സംഘമാണ്. അയ്യപ്പ സേവാ സംഘത്തിനെ മാത്രമേ കഴിഞ്ഞ കാലങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ യോഗങ്ങൾ, ഗവൺമെന്റ് വിളിക്കുന്ന യോഗം വിളിച്ചിരുന്നുള്ളൂ ഈ കഴിഞ്ഞ വർഷം വരെയും. പക്ഷെ ഇപ്പോ അയ്യപ്പ സേവാ സംഘത്തിന്റെ അന്നദാനം ഇല്ലാതാക്കി, അയ്യപ്പ സേവാ സംഘത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി, അയ്യപ്പ സേവാ സംഘത്തിന്റെ ഇപ്പൊ തന്നെ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയിലെ മെമ്പറാണ് അയ്യപ്പ സേവാ സംഘം. ഞങ്ങളാണ് ഈ റിക്രൂട്ട് ചെയ്ത് 1500ഓളം വോളണ്ടിയേഴ്സിനെ ശുചീകരണത്തിന് പമ്പ, സന്നിധാനം, എരുമേലി, പന്തളം, മറ്റു പ്രദേശങ്ങള്, ചെങ്ങന്നൂർ, ഇവിടത്തേക്കൊക്കെ ഞങ്ങളാണ് റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അവരാണ് ക്ലീനിങ് നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ് 80 വർഷക്കാലമായി പ്രഗത്ഭന്മാരായ ഡോക്ടർ വേലായുധൻ പിള്ളയും അതുപോലുള്ള ജസ്റ്റിസ് ഗോവിന്ദ പിള്ളയും ഒക്കെ ആരംഭിച്ചു. ശ്രീ വിജയകുമാർ, യാതൊരു കാരണവും മനസ്സിലായി, നിങ്ങളെ ക്ഷണിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് ഈ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനോട് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ബന്ധപ്പെട്ട എല്ലാവരെയും ക്ഷണിക്കും, അതിന്റെ പ്രോസസ്സുകൾ നടക്കുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ആലോചനാ ഘട്ടങ്ങളിൽ നിങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നൊരു വസ്തുത. ഇതൊക്കെ ഈ ദേവസ്വം ബോർഡ് 45-ലുണ്ടായ സംഘടനയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. ഈ 10 ഇന്ത്യ മുഴുവൻ അയ്യപ്പന്റെ ധർമ്മങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ഉണ്ടായ ഒരു സംഘടനയാണ്. അതിനെ വിളിക്കാനായി പറയേണ്ട കാര്യമുള്ളതല്ല. അങ്ങനെ അല്ലായിരുന്നു കഴിഞ്ഞ കാലം വരെ. ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിൽ ഒരു സമീപനം, ഒരു സ്റ്റെപ്പ് മതേർലി എന്തോ ഒരു ചിറ്റം മതം സ്വീകരിച്ചുകൊണ്ട് ഈ സേവന പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന ഈ സംഘടനയെ എല്ലാത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് പോകാൻ തയ്യാറായി. അപ്പൊ അങ്ങനെ ഞങ്ങളെ തല്ലല്ല, അവിടെ സേവനം നടത്തിക്കൊണ്ടിരുന്ന അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ ശ്രീഭൂതോദ സർവസ്വം, സുബ്രഹ്മണ്യ റിലീജിയസ് ട്രസ്റ്റ്, മാതാ അമൃതാനന്ദമയി മഠം, ഇതിനെല്ലാം അവിടുന്ന് പുറത്താക്കി. എന്തോ അതിന്റെ കാരണം? ഈ കാലക്ഷേത്രത്തിൽ വരുന്ന തീർത്ഥാടകരെ സഹായിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനകളെ യാതൊരു കാരണവുമില്ലാതെ പുറത്താക്കിയതിന്റെ ഉദ്ദേശം എന്തോ? ആ പുറത്താക്കിയിട്ട് ഇപ്പോ അയ്യപ്പ സംഘം, അയ്യപ്പന് പ്രവാസി എന്നൊന്നുമില്ല. അയ്യപ്പൻ എല്ലാവരും ഒരുപോലെ, പ്രവാസി എന്നോ നാടനെന്നോ അല്ലെങ്കിൽ വേറെ സാഹിത്യമൊന്നും ഒന്നുമില്ല. ഓളാർ അയ്യപ്പന്റെ ഡിവോട്ടീസ് അയ്യപ്പന്റെ, അവർക്ക് പ്രവാസി എന്ന് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് ശബരിമല വരുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പ്രവാസി സംഗമം നടത്തിക്കൊണ്ട് മാത്രം അയ്യപ്പന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് കരുതുന്നവരല്ല. അത്രമാത്രം മൗഢ്യമൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. എന്തായാലും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ, അതിന് പണം വരട്ടെ. ഒരു കാര്യം കൂടി, സർക്കാർ ഇനി ഇതിന്റെ ഭാഗമായി നിങ്ങളെ ക്ഷണിച്ചാൽ, സർക്കാരിലെ ദേവസ്വം ബോർഡ് ആരായാലും അതിന്റെ സംഘാടകർ ക്ഷണിച്ചാൽ പങ്കെടുക്കുമോ? അല്ല, ഞങ്ങളത് ആലോചിച്ചേ ചെയ്യത്തുള്ളൂ. ഞങ്ങളുടെ കമ്മിറ്റിയെ കൂടി തീരുമാനിച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കത്തുള്ളൂ. സാധാരണയ്ക്കപ്പുറം ഇത്തവണ ഈ ഇതിന്റെ ഭാഗമായിരിക്കുന്ന ചില സമുദായ സംഘടനകൾ NSSനെയും SNDPയെയും ഒക്കെ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത്തരം ആളുകളെ ഒപ്പം നിർത്തി നിങ്ങളെപ്പോലെ വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗത്തെ ഒഴിവാക്കി, അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? അല്ല, അതൊക്കെ അതാത് സംഘടനകളുടെ തീരുമാനങ്ങൾ അനുസരിച്ചിരിക്കും. പക്ഷേ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി പടപൊരുതിയ ഒരു സംഘടനയാണ് അഖില ഭാരത അയ്യപ്പ സേവ. ഈ യുവതീ പ്രവേശനം വന്നപ്പോൾ തന്നെ അതിനെതിരായി NSSന് ശേഷം രണ്ടാമതായി സുപ്രീം കോടതി കേസ് കൊടുത്ത അയ്യപ്പ സംഘമാണ്. ഈ അയ്യപ്പന്മാരോട് ദേവസ്വം ബോർഡിന്റെ സമീപനം എന്താ? അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കണ്ടേ? ദേവസ്വം ബോർഡ് എന്തുകൊണ്ടൊരു അപ്പീൽ റിവ്യൂ കൊടുത്തില്ല സുപ്രീം കോടതിയിൽ? അയ്യപ്പന്മാർക്ക് വേണ്ടിയല്ലേ ദേവസ്വം ബോർഡ്?
ആ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിലെ എല്ലാ സംഘടനകളും അവിടെ 60ഓളം സംഘടനകൾ അവിടെ റിവ്യൂ പെറ്റീഷൻ കൊടുത്തില്ലേ? ദേവസ്വം ബോർഡ് കൊടുത്തില്ലല്ലോ. അപ്പൊ ആ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനങ്ങൾ മാത്രമാണ് അടിച്ചേൽപ്പിക്കുന്നത്, അല്ലാതെ ഈ അയ്യപ്പ ഭക്തരുടെ താല്പര്യങ്ങളല്ല. അതാണ് പ്രശ്നം. വളരെ നന്ദി ഡി വിജയകുമാർ. അയ്യപ്പ സേവാ സംഘം ഈ വിഷയത്തിൽ എന്തായാലും ആ തരത്തിൽ ആളുകളെ അവഗണിക്കുന്നു. രാഹുൽ ഈശ്വർ തുടരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, വിജയകുമാർജി ഇന്നലെ കൂടെ ഞാൻ കണ്ടതാണ്. വിജയകുമാർജി ഇന്നലെ കൂടെ ചെങ്ങന്നൂരും കണ്ടതാണ്. അദ്ദേഹത്തെ പോലൊക്കെ എത്ര വർഷങ്ങളായി പ്രയത്നിക്കുന്നവരെ അകറ്റി നിർത്തരുത്. ഇതിലെ പോയിന്റ് പ്രശാന്ത് ഇത് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് വളരെ താഴ്മയെ അപേക്ഷിക്കാനുള്ളത്, എല്ലാവരെയും വിളിക്കുക. ഇതൊരു രണ്ടാം നവോത്ഥാന സമിതിയാക്കി NSSനെ കൂടെ കൂട്ടി ഒരു രാഷ്ട്രീയ ലാഭം കാണരുത്. പകരം അയ്യപ്പന്റെ നന്മയ്ക്ക് വേണ്ടി തമിഴ്നാട്ടിലെ DMKയും BJPക്കാരും രണ്ടുപേരും മുരുക സമ്മേളനം നടത്തി. രണ്ടും ഗംഭീരമായിരുന്നു, രണ്ടും നല്ലതുമാണ്. നമ്മുടെ കേരളത്തിൽ ജനിച്ച ദൈവം, മലയാണ്മയുടെ ദൈവമാണ് സാക്ഷാൽ സ്വാമി അയ്യപ്പൻ. അപ്പൊ എല്ലാരെയും ഒരുമിച്ച് വിളിച്ച് ആദ്യമേ ഇവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്താൽ ഇവർ ഓടി വരൂലേ? ഇപ്പൊ NSSും SNDPയും പോയി സുകുമാരൻ നായർ സാറിനെയോ അല്ലെങ്കിൽ സംഗീത് കുമാർജിയെയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോ വിളിച്ച് നമ്മളിങ്ങനെ എല്ലാവരും നന്മയ്ക്ക് വേണ്ടി പരിപാടി ഉണ്ടോ വരണം എന്ന് പറഞ്ഞാൽ വരൂല്ലെന്ന് പറയാൻ പറ്റൂ? RSSലെയും BJPയിലെയും നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതേ, അങ്ങനെ ഭരണത്തിലിരിക്കുന്നവർ വിളിച്ച് നമുക്കൊരു നന്മയ്ക്ക് വേണ്ടി പരിപാടിക്ക് പോകണമെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയാൻ രാഹുൽ ഈശ്വർ, ഇപ്പൊ ഈ ദേവസ്വം ബോർഡിന് മുന്നിൽ സർക്കാരിന്റെ ഒരു വലിയ രാഷ്ട്രീയ നിയന്ത്രണം ഇപ്പോഴും പ്രകടമാകുന്നു. അങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ? അയ്യോ, അങ്ങനെയല്ല. അങ്ങനെ പോലും അല്ല. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെയാണ്. നമ്മൾ വേണമെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നൊക്കെ ഭംഗിക്ക് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ ഒരു CPM, CPI, പിന്നെ ഒരു വനിതാ പ്രതിനിധിയോ അല്ലെങ്കിൽ പിന്നോക്ക സംവരണം വെച്ചൊരു കാര്യം. കോൺഗ്രസ് വരികയാണെങ്കിൽ ഒരു നായർ, ഈഴവ, പിന്നെ പിന്നോക്ക ബാലൻസ്. ഇങ്ങനെയാണ് പോകുന്നത്. എല്ലാവർക്കും അറിഞ്ഞുകൂടെ? ഇതൊന്നും നമ്മൾ കണ്ണടച്ചിരിക്കും. രാഹുൽ ഈശ്വർ, താങ്കൾ ഒന്ന് തുടരുക. കെ അനിൽകുമാർ, CPM സംസ്ഥാന സമിതി അംഗം കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ അനിൽകുമാർ, അല്പസമയം മുമ്പ് PS പ്രശാന്ത് വിശദീകരിച്ചു. അതിലൊരു വിവാദത്തിന്റെ അടിസ്ഥാനമില്ല, കാര്യങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അയ്യപ്പ സേവാ സംഘം പോലെ ഈ മേഖലയിൽ കഴിഞ്ഞ 80 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന സംഘടനകളെയൊക്കെ വളരെ ശ്ലാഘനീയമായ രീതിയിൽ പ്രവർത്തിച്ച സംഘടനകളെ ഒന്നും അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ സംഘാടനത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? അല്ല, ഈ നായരെ ഈഴവരെയൊക്കെ എല്ലാം തുടങ്ങിയ ആള് എന്ത് ന്യായമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന്മാർക്കൊന്നും പേരില്ലേ, വ്യക്തിത്വമില്ലേ? ഇവരൊക്കെ എന്നാ നായര് ഈഴവരുമായി കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും പഴയ ജാതിബോധമാണ്. ഈ നായര് ഈഴവർക്കും എന്താ പ്രത്യേകിച്ചൊരു കുഴപ്പം? ദേവസ്വം ബോർഡിനകത്ത് നായര് ഈഴവരും വന്നാൽ ആർക്കാ ഇപ്പൊ തല പോണത്? കാണുന്ന മനുഷ്യന്മാരെല്ലാം ജാതിയുടെയും മതത്തിന്റെയും വാല്യൂ വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ സവർണ ബോധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നാട്ടിൽ ഇത്തരം ആളുകൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ അതിലെല്ലാം മേലെയാണ്. ജാതിക്ക് മേലെയല്ലേ അയ്യപ്പൻ, മതത്തിന് മേലെയല്ലേ അയ്യപ്പൻ. വാവൂർസ്വാമി ഇവരാരും ഇല്ലാതിരുന്ന കാലത്ത്, ഈ രാജാക്കന്മാരും തമ്പരാക്കന്മാരും ഇല്ലാതിരുന്ന കാലത്ത്, അധികാരം നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് രാജകൊട്ടാരത്തിൽ കയറ്റാതെ വനത്തിലേക്ക് പോയിരുന്നൊരു കാലത്ത് വാവൂർസ്വാമിയാണ് അയ്യപ്പന്റെ കൂടെ ഉണ്ടായിരുന്നതിന്റെ ഐതിഹ്യം. ഇപ്പൊ രാജാക്കന്മാർക്ക് അയ്യപ്പനെ തിരിച്ചു വേണം, ബ്രാഹ്മണ പുരോഹിതന്മാർക്ക് അയ്യപ്പനെ തിരിച്ചു വേണം. എന്താ ഇവര് പറഞ്ഞിരിക്കുന്നത്? ശ്രീ അനിൽകുമാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? അനിൽകുമാർ സാഹേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മൾ പ്ലേയിങ് ടു ദി ഗാലറി കളിച്ചിട്ട് എന്ത് കാര്യമാണ്? RSSകാർ വാവരില്ല വാവൂരനാണെന്ന് പറയുന്നതിനെ എത്രയോ വർഷമായിട്ട് ശക്തമായിട്ട് എതിർക്കുന്ന വ്യക്തിയാണ് ഞാൻ. നമുക്കെല്ലാം റിയലിസ്റ്റിക്കലി ഈ കാര്യങ്ങൾ അറിയില്ലേ? അപ്പൊ പ്ലേയിങ് ടു ദി ഗാലറിക്ക് എന്താ അർത്ഥമുള്ളത്? എനിക്ക് അങ്ങയോടുള്ള ഏക റിക്വസ്റ്റ്, അങ്ങ് മുതിർന്നൊരു മെമ്പറാണ്. RSSന്റെയോ അല്ലെങ്കിൽ BJPയുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കുമ്മനം രാജശേഖരനെ പോലെ സർവ്വസമ്മതനായ G. സുധാകരൻ സാറ് പോലും